ഓക്കെ, ഞാൻ ഇന്നലെ തന്ന കോഡ് ഒന്ന് എടുത്തേടാ, പൈ ചാനല്. ഓക്കെ, ആ URL ഒന്ന് ഓപ്പൺ ചെയ്യാമോടാ? അതിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്തേടാ, ലിങ്കില്. പുതിയൊരു ടാബില് ഇമെയിൽ ഐ ഡി കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ വന്നല്ലേ. അപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ ഇമെയിൽ ഐ ഡി എന്തെങ്കിലും കൊടുത്തോളൂ. സബ്മിറ്റ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് എത്ര ടാബുകളിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത്? ഇപ്പോ 2 ടാബ്സ്. സോ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ടാബുകൾ വരുമ്പോ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ ടാബുകളെയും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യേണ്ടി വരും അല്ലേ? ഫസ്റ്റ് ടാബിനെയും പിന്നെ സെക്കൻഡ്ലി ഓപ്പൺ ആയ ടാബ് ഏതാണോ അതിനെയും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യണം, വേണ്ടേ? സോ അതിനു വേണ്ടി എങ്ങനെ ചെയ്യാന്ന് നോക്കാം. കോഡിലേക്ക് വരും. പൊന്നു TV ഓഫ് ആക്കണോ? യെസ്. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്തു? യൂഷ്വലി ചെയ്യുന്നത് പോലെ എന്ത് ചെയ്തു? നമ്മളുടെ URL നെ ആക്സസ് ചെയ്തു. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം എന്താടാ? self.driver.current_window_ ഹാൻഡിൽ ചെയ്തിട്ട് അല്ലേ? കറന്റ് വിൻഡോ ഹാൻഡിൽ എന്താ റിട്ടേൺ ചെയ്യുക? കറന്റ് വിൻഡോ ഹാൻഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കമാൻഡാ. ID. എന്തിന്റെ ഐഡിയ റിട്ടേൺ ചെയ്യുക? ടാബിന്റെ ടാബിന്റെ ഐഡിയ. അതായത് നമ്മളുടെ അപ്ലിക്കേഷൻ കറന്റ്ലി നിൽക്കുന്ന URL ഏതാണോ ആ ടാബിന്റെ ഐഡിയ റിട്രീവ് ചെയ്യാനാണ് കറന്റ് വിൻഡോ ഹാൻഡിൽ എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കറന്റ്ലി ഓപ്പൺ ചെയ്തിട്ടുള്ള വിൻഡോയുടെ ഐഡിയ എന്താന്ന് റിസീവ് ചെയ്ത് വെച്ചു. ക്ലിയർ ആണോടാ? ആ ഏത് സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആണോ? അതെ. നെക്സ്റ്റ് ക്ലിക്ക് മീ self.driver.find_element_of എന്താണ് by.xpath എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിന് വേണ്ടിയിട്ട് ഒരു എക്സ്പാത്ത് എഴുതിയിട്ടുണ്ട്. ആൻഡ് അതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഇത്രയും സ്റ്റെപ്സിൽ ഡൗട്ട് ഉണ്ടോ? ഇവിടെ ഹാൻഡിൽ ID കൊടുക്കേണ്ട കാര്യമുണ്ടോ? എവിടെയാടാ? അല്ല, സ്റ്റെപ്പ് 10-11 കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. പ്രിന്റ് ചെയ്യേണ്ടതാണോ അവിടെ ചോദിക്കുന്നത്? അതല്ല, 10ഉം 11ഉം ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അത് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ഓക്കെ, ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? ഡോട്ട് ടാബുകൾ ഉണ്ടായിരുന്നു. മാം വോയിസ് ബ്രേക്ക് ആവുന്നു. എനിക്ക് മാത്രമാണോ അതോ എല്ലാവർക്കും? ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നത് വരെ ഹലോ, ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ കേക്കാം. പക്ഷെ നേരത്തെ പറഞ്ഞ ഒന്നും കേട്ടില്ല ഞാൻ. ഒന്നുകൂടെ പറയാവേ, ഒന്നുകൂടെ പറയാം. ഇപ്പോ നമ്മൾക്ക് ഡോട്ട് ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ലിങ്കിനെ ക്ലിക്ക് ചെയ്യുന്നത് വരെ നമുക്ക് എത്ര ടാബുകൾ ഉണ്ടായിരുന്നു? ഒരു ടാബ്. എന്തായാലും ഒന്നുകൂടെ പറയോ? എനിക്ക് സൗണ്ട് ബ്രേക്ക് ആയിട്ടാ വന്നേ. ഒരു ടാബ്. ഒരു ടാബ് അല്ലേ? യെസ്. അപ്പോ ഇനി ആ ക്ലിക്ക് ഹിയർ പ്രസ് ചെയ്തതിന്റെ ശേഷം എത്ര ടാബ്സ് ഉണ്ട് നമുക്ക് ഒന്ന് പറഞ്ഞേ. പുതിയതൊരെണ്ണം ഓപ്പൺ ആയി. അപ്പൊ ഇൻ ടോട്ടൽ 2 ടാബുകൾ നമുക്കിപ്പോ ഉണ്ട് അല്ലേ? അതെ. ഒന്നിൽ കൂടുതൽ ടാബുകൾ വരുമ്പോൾ അതിന്റെ ഐഡീസിനെ എല്ലാം കൂടി റിട്രീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് വിൻഡോ അണ്ടർസ്കോർ ഹാൻഡിൽസ്. ഒറ്റൊരു ടാബിന്റെ ഐഡി റിട്രീവ് ചെയ്യാൻ കറന്റ് വിൻഡോ ഹാൻഡിലും മൾട്ടിപ്പിൾ ടാബ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഐഡി റിട്രീവ് ചെയ്യാനായിട്ട് വിൻഡോ ഹാൻഡിൽസും ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അത് വിൻഡോ ഹാൻഡിൽസും കറന്റ് വിൻഡോ ഹാൻഡിൽ തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? ഒരു കരകരപ്പ് വരുന്നു. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യാമോടാ? ഓരോരുത്തരുടെ മൈക്ക് ഓഫ് ചെയ്ത് നോക്കാമോ? ഓക്കെ ഫൈൻ. ഇപ്പോ കറന്റ് വിൻഡോ ഹാൻഡിലും വിൻഡോ ഹാൻഡിൽസും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണോ? അപ്പോ അതെ. ഓക്കെ. അലീന ആൻഡ് കൃഷ്ണകുമാർ ക്ലിയർ അല്ലേടാ? ഡൗട്ട് ഇല്ലല്ലോ അതില്? ഇല്ല. ഇനി അതിന്റെ താഴത്തെ ഒരു ഫോർ ലൂപ്പ് കണ്ടായിരുന്നോ 22-ല്? ലൈൻ നമ്പർ 22-ല് ഫോർ ലൂപ്പ്. നല്ല ഡിസ്റ്റർബൻസ് തോന്നുന്നു. ക്ലിയർ ആവുന്നില്ല. ഒന്ന് മ്യൂട്ട്. വേറെ ആരാ മ്യൂട്ട് ചെയ്യാനുള്ള? ഒന്ന് മ്യൂട്ട് ചെയ്യാമോടാ? ഇപ്പൊ ഓക്കെ ആണോ? തംസ് അപ്പ് ഇട്ടാ മതി ഓക്കെ ആണെങ്കിൽ.
ഓക്കെ ഫൈൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ കോഡ് എടുത്തേടാ. ഇവിടെ ഫോർ ഹാൻഡിൽ ഇൻ ഹാൻഡിൽ ഐ ഡീസ് എന്ന് പറയുമ്പോൾ ഈ ഹാൻഡിൽ ഐ ഡീസിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് നമ്മളുടെ 2 ടാബുകളുടെ ഐ ഡി ആണ് ഇപ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഐട്രേഷനിൽ വരുന്ന ഹാൻഡിൽ ഐ ഡി എന്ന് പറയുന്നത് ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐ ഡിയോട് ഈക്വൽ അല്ലെങ്കിൽ ഓക്കെ കറന്റ് വിൻഡോ ഇപ്പൊ കറന്റ്ലി ഈ ഐട്രേഷൻ ഫോർ ലൂപ്പിന്റെ ഐട്രേഷനിൽ ആദ്യത്തെ ഐട്രേഷനിൽ വന്നിട്ടുള്ള ഹാൻഡിൽ ഐ ഡിയും നമ്മളുടെ ആദ്യം ഓപ്പൺ ആയ ടാബിന്റെ ഐ ഡിയും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോടാ. ഈ ഇത് കൊടുക്കുമ്പോ നമുക്ക് സെക്കൻഡ് ടാബിന്റെ ഐഡി ആണോ കിട്ടുന്നത് അതോ എല്ലാം കിട്ടും? എല്ലാ ഐഡിയസും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ഇവിടെ കറന്റ് വിൻഡോ ഹാൻഡിൽ എടുത്തിട്ടുള്ളതെന്നാണോ? അതെ. തൊട്ട് താഴെ ഒരു ലോജിക് എഴുതിയിരിക്കുന്നത് കണ്ടോടാ. ലൈൻ നമ്പർ 23 ഇഫ് എന്ന് പറഞ്ഞിട്ട് ലോജിക് എഴുതിയിരിക്കുന്നത് കണ്ടോ? ആ ലോജിക് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തത്? ഫസ്റ്റ് വിൻഡോയുടെ ഫസ്റ്റ് ടാബിന്റെ ഹാൻഡിൽ ഐ ഡി നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ ഫോർ ലൂപ്പ് എന്ത് ചെയ്യുന്നു? നമ്മളുടെ 2 ടാബ് ഐ ഡീസിലൂടെയും ഐട്രേറ്റ് ചെയ്യും. സോ ഫസ്റ്റ് ഐട്രേഷനിൽ വരുമ്പോൾ ഇഫ് ഹാൻഡിൽ ഈസ് നോട്ട് ഈക്വൽ ടു ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐ ഡി എന്നാണ് നമ്മുടെ കണ്ടീഷൻ. ആ കണ്ടീഷനെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഫസ്റ്റ് ടൈം ഐട്രേഷൻ വരുമ്പോൾ ഫസ്റ്റ് ടൈം ഐട്രേഷനിൽ ആദ്യത്തെ ടാബിന്റെ ഐ ഡി ആണ് ഉണ്ടായിരിക്കുക. അതും ഈ ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐ ഡിയും സെയിം ആയിരിക്കത്തില്ലേ? If handle not equals first window handle ID എന്ന് പറയുമ്പോൾ അവിടെ എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞേ? ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്ത് പറയൂ, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നുള്ളത്. ഫസ്റ്റ് അലീന. അലീന പറഞ്ഞോ. അലീന, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോടാ മൈക്കിന്? ചാറ്റിൽ ടൈപ്പ് ചെയ്യാമോ? മ്യൂട്ട് ചെയ്തിട്ട് ചാറ്റിൽ ടൈപ്പ് ചെയ്തോളൂ. അനഘ പറഞ്ഞേടാ. എനിക്ക് ആ ലോജിക്ക് അത്രയ്ക്ക് മനസ്സിലായില്ല. ഓക്കെ, കൃഷ്ണകുമാറിനോ? എനിക്ക് ഈ ഫസ്റ്റ് ഹാൻഡിൽ ഐ ഡി എടുക്കുന്ന എന്തിനൊന്നും മനസ്സിലായില്ല. സെക്കൻഡ് എന്തുപോലും പുതിയത് ഓപ്പൺ ചെയ്യാനായിട്ട് എടുക്കണം എന്ന് മനസ്സിലായി. എടുക്കണം, കാരണം അതിന്റെ റീസണിലേക്ക് നമുക്ക് വരാം. ഓക്കെ,
നമ്മളുടെ ഡ്രൈവറിന് ബൈ ഇറ്റ് സെൽഫ് വേറൊരു ടാബിലേക്കൊന്നും കൺട്രോൾ പോകാനുള്ള കപ്പാസിറ്റി ഇല്ല. ഓക്കെ, മനസ്സിലായോ? ബൈ ഇറ്റ് സെൽഫ് വേറൊരു ടാബിലേക്കൊന്നും പോകാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഡ്രൈവറിനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് പുതിയൊരു ടാബിലേക്ക് കൺട്രോൾ പോകണമെങ്കിൽ നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിൻ്റെ ഒരു കൺട്രോളിനെ അവിടെ കൊണ്ടുപോയി വെക്കണം. സെക്കൻഡ് ടാബിലേക്കാണെങ്കിൽ സെക്കൻഡ് ടാബിൽ കൊണ്ടുപോയി വെക്കണം. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോടാ? നമ്മുടെ ഡ്രൈവറിന് ഒന്നിൽ കൂടുതൽ ടാബുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നിൽ കൂടുതൽ ടാബുകൾ വരുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പറയണം, ഇതിലേക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി ഒന്ന് പറഞ്ഞു വിടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ക്ലിയർ ആണോ? അതെ. ഓക്കെ, അപ്പം നമ്മൾക്ക് ആകെ ഫോക്കസ് വിടേണ്ടത് ആകെ രണ്ടാമത് ഓപ്പൺ ചെയ്ത ടാബിന് മാത്രമാണ്, അല്ലേ? അതെ. സോ നമുക്കിപ്പോ രണ്ടാമത് ഓപ്പൺ ചെയ്ത ടാബിന്റെ ഐഡി കിട്ടണമെങ്കിൽ നമുക്ക് വിൻഡോ ഹാൻഡിൽസ് അല്ലാതെ വേറെ മെത്തേഡ്സ് ഒന്നും ഇല്ല, അല്ലേ? വിൻഡോ ഹാൻഡിൽസ് എന്ന് പറഞ്ഞു കൊടുത്താൽ എനിക്ക് എത്ര ടാബുകൾ ഓപ്പൺ ആയിട്ടുണ്ടോ എല്ലാ ടാബിന്റെ ഐഡി കിട്ടും. ആ ഐഡിയിൽ നിന്ന് എൻ്റെ ഫസ്റ്റ് ടാബ് അല്ലാത്തൊരു ടാബ് വന്നാൽ അതിലേക്ക് എൻ്റെ ഡ്രൈവറിന്റെ ഫോക്കസിനെ കൊണ്ടുവരണം. അതാണ് എൻ്റെ പർപ്പസ്. ക്ലിയർ ആണോ? പർപ്പസ് എന്താന്ന് ക്ലിയർ ആണോ? ഒരു ഡൗട്ട്, സെക്കൻഡ് ടാബിലോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? അത് ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മൾ ഈ ഫോർ ലൂപ്പും ഇഫ് കണ്ടീഷനും എഴുതിയിട്ടുള്ളത്. അല്ല, മീൻസ് ഇപ്പം ഫസ്റ്റ് ടാബിൽ നിന്ന് മൂവ് ചെയ്ത് സെക്കൻഡോ തേർഡോ ടാബിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ അതായത് ഒന്നിൽ കൂടുതൽ ടാബുകൾ ഉള്ള കണ്ടീഷൻ ആണോ അവിടെ പറയുന്നത്? 23rd. അതെ. അപ്പം 3 ടാബായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് ടാബിലോട്ടാ പോവേണ്ടത്? അങ്ങനെ അതായത് അറ്റ് എ ടൈം ഒരു ടാബല്ലേ എക്സ്ട്രാ ഓപ്പൺ ആവത്തുള്ളൂ. അതായത് നീ ഇപ്പൊ പറഞ്ഞ പോലെ ക്ലിക്ക് ആവുകയാണെങ്കിൽ അതായത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഒരു ടാബിലേക്കല്ലേ പോവുള്ളൂ. അടുത്ത എന്നിട്ട് ലെറ്റ്സ് സേ രണ്ടാമത്തെ ടാബിൽ പുതിയൊരു ലിങ്ക് ഉണ്ടെങ്കിൽ അത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താലേ മൂന്നിലേക്ക് പോകത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ കറന്റ്ലി എത്ര വിൻഡോസ് ഉണ്ട്? സോറി, എത്ര ടാബ്സ് ഉണ്ട്? 2 അല്ലേ? ഇപ്പൊ 2 ഐഡിയസ് ഇപ്പൊ ഏതിലുണ്ട്? ഹാൻഡിൽ ഐഡിയസ് എന്ന് പറഞ്ഞ ഹാൻഡിൽ ഐഡിയസ് എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്, അല്ലേ? അപ്പൊ ഹാൻഡിൽ ഐഡിന്റെ ഫസ്റ്റ് ഐട്രേഷനിൽ വരുന്ന വാല്യൂ എന്തായിരിക്കും? സെക്കൻഡ് ടാബിന്റെ ഐഡി. 2 ടാബുകളുടെ ഐഡി ഉണ്ടാവും അതിൻ്റെ അകത്ത്. ഓക്കെ, ഫസ്റ്റ് ടാബിന്റെ ഐഡി ആയിരിക്കും ഫസ്റ്റ് ഐട്രേഷനിൽ വരുന്നത്. ഓക്കെ, സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് വിൻഡോ ഹാൻഡിൽസ് എന്ന് വിളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എത്ര ടാബ്സ് ഓപ്പൺ ആണോ അത്രയും ടാബുകളെ ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യും, അല്ലേ? അല്ലേടാ? ഇവിടെ ഹാൻഡിൽ നോട്ട് ഈക്വൽ ടു ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ. അതിലേക്ക് വരാം. ഞാൻ എന്റെ തൊട്ടുമുന്നത്തെ ഫോർ ലൂപ്പിൽ എത്തിയിട്ടേ ഉള്ളൂ. ആ ഫോർ ലൂപ്പിൽ എത്തുമ്പോ ആദ്യത്തെ ഐട്രേഷനിൽ ഹാൻഡിലിന്റെ വാല്യൂ എന്താ? ഫസ്റ്റ് ടാബിന്റെ ഐഡി. ഫസ്റ്റ് ടാബിന്റെ അതേ ഐഡി അല്ലേ നമ്മൾ ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐഡി എന്ന് സേവ് ചെയ്തിരിക്കുന്നേ? അതെ. അപ്പൊ ആ കണ്ടീഷൻ ഫെയിൽ ആയോ?
അവിടെ ഫസ്റ്റ് ഇല്ല. കണ്ടീഷൻ ഫെയിൽ ആയില്ലേ? ഫെയിൽ ആയി. ആയി. ആ ഇഫ് കണ്ടീഷൻ സക്സസ് ആവത്തില്ലല്ലോ. ഇല്ല. അപ്പോ ആ കണ്ടീഷൻ നമുക്ക് ഫെയിൽ ആയി. അപ്പൊ അത് കഴിഞ്ഞു സെക്കൻഡ് ഐട്രേഷൻ വന്നു. സെക്കൻഡ് ഐട്രേഷനിൽ ഫസ്റ്റ് വിൻഡോ ഹാൻഡിലോട് മാച്ച് ആവുമോ വാല്യൂ? ഇല്ല. അപ്പൊ അത് ഇതിലേക്ക് എൻ്റർ ആവത്തില്ലേ? ഇഫ് കണ്ടീഷനിലേക്ക് എൻ്റർ ആവത്തില്ലേ? എൻ്റർ ആവുമ്പോ അവിടെ എന്താ കണ്ടീഷൻ? സ്വിച്ച് _2 ഡോട്ട് വിൻഡോ ഓഫ് ഹാൻഡിൽ. ഇപ്പൊ അവിടെ സ്വിച്ച് _2 ഡോട്ട് വിൻഡോ ഓഫ് ഹാൻഡിൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അവിടെ ആരെയാ വിളിക്കുന്നേ? അവിടെ ഏതിലേക്കായിരിക്കും നമ്മുടെ കൺട്രോൾ ഇപ്പൊ പോകുന്നുണ്ടാവുക? സ്വിച്ച് _2 എന്ന് വെച്ചാൽ കൺട്രോൾ പോകാനുള്ള ഫംഗ്ഷൻ ആണ്. ഏതിലേക്കായിരിക്കും നമ്മുടെ കൺട്രോൾ പോകുന്നത്? പറഞ്ഞേടാ. സെക്കൻഡ് ടാബ്. കറക്റ്റ്. സെക്കൻഡ് ടാബിലേക്ക് കൺട്രോൾ പോകും അല്ലേ? സെക്കൻഡ് ടാബിലേക്ക് കൺട്രോൾ പോയതിനു ശേഷം ഇനി ഞാൻ ആ സെക്കൻഡ് ടാബിൽ ഏതെങ്കിലും എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇനി അത് സക്സസ് ആവും. മനസ്സിലായടാ? സെക്കൻഡ് ടാബിലേക്ക് സ്വിച്ച് ടു എന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം ഞാൻ ആ ടാബിൽ ഏതെങ്കിലും എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്താൽ അത് സക്സസ് ആവും, അല്ലെങ്കിൽ ഫെയിലിയർ ആവും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ക്ലിയർ ആണോ ഞാനിപ്പോ പറഞ്ഞ കാര്യം? അതോ ഡൗട്ട് ഉണ്ടോ? സ്വിച്ച് _2 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിന്റെ ഫങ്ഷണാലിറ്റി ക്ലിയർ ആണോ? സ്വിച്ച് ടു ഡോട്ട് വിൻഡോ ഓഫ് ഹാൻഡിൽ എന്നതിന്റെ ഫോർമാറ്റ് ആണ്. ആ ഫോർമാറ്റ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം. മാം, നമുക്ക് ഓരോ ടാബിന്റെ ഐഡീസ് സെപ്പറേറ്റ് ആയിട്ട് റിട്രീവ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ ടാബുകൾ വന്നാൽ അങ്ങനെ റിട്രീവ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റിന്റെ മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഫസ്റ്റിന്റെ മാത്രമേ പറ്റുള്ളൂ. അതെ, അതുകൊണ്ടാണ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത ശേഷം എന്നൊരു കണ്ടീഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സെക്കൻഡ് വന്നിട്ട് ഓപ്പൺ ആവേണ്ട, അത് ഓപ്പൺ ആയില്ലെങ്കിൽ അവിടെ ഹാൻഡിൽ കാണൂലല്ലോ. ഹലോ, എടാ നിന്റെ സൗണ്ട് കട്ടായിട്ടാ വരുന്നത്, ഒന്നുകൂടെ ചോദിക്കാമോടാ?
അല്ല, ഇൻ കേസ് സെക്കൻഡ് ടാബ് വന്നിട്ട് ലോഡ് ആയില്ലെങ്കിൽ അവിടെ ഹാൻഡിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ കണ്ടീഷൻ ഹാൻഡിൽ ഉണ്ടാവില്ല. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്ത അനഘ ക്ലാസ് ക്രിയേറ്റ് ചെയ്തതില് ബേസിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. ബേസിക്സ് ലീനിയത്തിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തേടാ. എന്നിട്ട് വിൻഡോ ഹാൻഡ്ലിംഗ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കിക്കേ. പോയിട്ട് കുറെ ക്ലാസ് വന്നിട്ട് കുറെ ക്ലാസ് ഇതിലാർക്കും ഇല്ലാത്ത ഉദ്യോഗം കിട്ടിയത് ഭയങ്കര ഉദ്യോഗം. ഒരു കേക്ക് നീ അവിടെ കിട്ടിക്കുന്നു. അതാണ് നല്ലത്. എല്ലാവർക്കും എക്സിക്യൂട്ട് ആയോ? ഒരു ഡൗട്ട്, ഇത് റണ്ണായ സമയത്ത് ഇമെയിൽ എൻട്രി ചെയ്ത് സെക്കൻഡ് പേജിൽ കയറിയിട്ട് അവിടെ കുറച്ചു നേരം സ്റ്റേ ചെയ്തിട്ട് ഫസ്റ്റ് ടാബിലോട്ട് വന്നായിരുന്നു. യെസ്, ഫസ്റ്റ് ടാബിലേക്ക് വരും. തിരിച്ച് ഫസ്റ്റ് ടാബിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇത് കൊടുക്കണം. സ്വിച്ച് ടു വിൻഡോ, ഫസ്റ്റ് വിൻഡോ ഹാൻഡിൽ ഐ ഡി കൊടുക്കണം. അത് ഇത് പ്രിൻസസ് മാം ഒരു കാര്യം ചോദിച്ചോട്ടെ?
ചോദിച്ചോടാ. ഇപ്പം അറ്റ് എ ടൈം നമുക്ക് ഒരു 3 ടാബ്സ് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഇപ്പൊ തേർഡ് ടാബിൽ നിന്ന് എനിക്ക് സെക്കൻഡ് ടാബിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ സ്വിച്ച് ടു വിൻഡോ സെക്കൻഡ് വിൻഡോ ഹാൻഡിൽ ഐ ഡി കൊടുക്കാം. പക്ഷെ നമുക്ക് ഓക്കെ ഹാൻഡിൽ ഐ ഡി ആയിട്ട് കൊടുക്കണമല്ലേ? കാരണം നമുക്ക് നോർമലി നമ്മൾക്ക് ഒരു ടാബിൽ നിന്ന് ഒരു ടാബിന്റെ ലിങ്ക് എന്തെങ്കിലും ക്ലിക്ക് ചെയ്താൽ അഡീഷണലി ഒറ്റ ഒരു ടാബേ ഡിവോൾവ് ആയി വരത്തുള്ളൂ. ഓക്കെ, യൂഷ്വലി അങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നിൽ കൂടുതൽ ടാബ്സ് ഓപ്പൺ ആവുന്ന സിനാരിയോസ് വളരെ റെയർ ആണ്. അങ്ങനെ വന്നാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രത്യേകിച്ച് മെത്തഡോളജീസ് ഒന്നും ഇല്ല. അതായത് ഈ നമ്മൾ പാരലി ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന രീതിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലേ? അതായത് ഒന്നുകൂടെ ചോദിക്കോടാ, പാരലൽ ഓപ്പൺ ചെയ്ത് മീൻസ് ഇപ്പൊ ഒരു ലിങ്കില് 5 ഫയലുണ്ട്, നമുക്ക് അത് അറ്റ് എ ടൈം ഫയൽസ് വേറെ സിസ്റ്റമാണ്, ഫയൽസും ഫ്രെയിംസും വേറെ സിസ്റ്റമാണ്, നമുക്ക് പഠിക്കാനുണ്ട് ഇനി കേട്ടോ. ഇത് ടാബുകളുടെ കേസ് മാത്രമാണ് പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പം പൈത്തന്റെ സൈറ്റിൽ കയറുമ്പം ഒരു ലിങ്ക് കാണത്തില്ലേ? ആ ലിങ്കിൽ ഡൗൺലോഡ് ചെയ്യുന്നത് ഒരു പാത്ത് ആയിരിക്കത്തില്ലേ? ഓക്കെ, അപ്പോ ഒരു 5 അതേപോലത്തെ ലിങ്ക് പാരലി ഡൗൺലോഡ് ചെയ്യുന്ന സിനാരിയോ വരുമ്പം അങ്ങനത്തെ സിനാരിയോസ് നമുക്ക് വേറെ സിനാരിയോ ആണ്. അങ്ങനത്തെ സിനാരിയോസ് ഹാൻഡിൽ ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് അതൊന്നും ടാബ് ആയിട്ട് ഓപ്പൺ ആവുന്നില്ലല്ലോ, ഇവിടെ മൾട്ടിപ്പിൾ ടാബ്സ് ഇല്ലല്ലോ. ഇത് ടാബുകളുടെ മാത്രം സിനാരിയോ ആണ്. അതായത് അറ്റ് എ ടൈം ഒരു ടാബ് അല്ലേ മാക്സിമം ഓപ്പൺ ആവത്തുള്ളൂ വെബ് ആപ്ലിക്കേഷൻസിൽ. അതിൽ കൂടുതൽ വെച്ച ആപ്ലിക്കേഷനിൽ ലോഡ് കൂടില്ലേ? മനസ്സിലായോ? മനസ്സിലായി. മോളെ അതായത് വെബ് പേജിൽ തന്നെ നിൽക്കുന്ന സിനാരിയോസിൽ മാത്രമാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നല്ലേ? അതെ അതെ. വെള്ളം കുടിക്കേ, വെള്ളം. ഉപ്പേരില്ലാത്ത ഭക്ഷണം, ഉപ്പേരില്ലാത്താണിത്. ഉപ്പേരില്ലാത്തയാണ്. ഉപ്പേരില്ല, നോക്കത്തില്ല, ഉപ്പേരില്ല, നോക്ക്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? അലീന, കൃഷ്ണേന്ദു, അഖിലേന്ദു ഇല്ല എൻ്റെ അകത്ത്, കൃഷ്ണകുമാർ, അനഘ, അലീന, ഡൗട്ട് ഉണ്ടോടാ? ഇല്ല. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് ഇനി എന്നോട് ചോദിച്ചു നേരത്തെ, ഇപ്പം എക്സ്റ്റേണൽ ആയിട്ടുള്ള ലിങ്കുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വന്നാല് എക്സ്റ്റേണൽ ആയിട്ടുള്ള ലിങ്കുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ വന്നാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് ചോദിച്ചില്ലായിരുന്നോ? അതായത് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള എന്തെങ്കിലും റിസോഴ്സിന്റെ മേലെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഡെവലപ്പേഴ്സ് അതിനെ ഫ്രെയിംസ് ആയിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്പേഴ്സ് അതിനെ കുറെ ഫ്രെയിംസ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അപ്പോ മൾട്ടിപ്പിൾ ഫ്രെയിംസ് വന്നു, അല്ലെങ്കിൽ ഒരു ഫ്രെയിം വന്നു, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഫ്രെയിംസ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഈ കഴിഞ്ഞ സെഷനിൽ ചെയ്ത പോലെ ഞാൻ ആദ്യം അതിന്റെ തിയറി പാർട്ട് മാത്രമേ പറയുന്നുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് മൺഡേ അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? ഫൈൻഡ് എലമെന്റ് ഏതാണ്? നമ്മുടെ ലൊക്കേറ്റർ 1 of 1, അതായത് സിംഗിൾ ആയിട്ട് നമുക്കൊരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ യൂസ് ചെയ്തത് അല്ലേ? ഇനി നമ്മൾ ലൊക്കേറ്റർ പഠിച്ച സമയത്ത് സെലക്ട് ബൈ ടാഗ് നെയിം എന്നെണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? സെൽഫ് ഡോട്ട് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ഓഫ് ബൈ ഡോട്ട് ടാഗ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൊക്കേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്, അല്ലേ? അപ്പം ഒരു മോർ ദാൻ 90% ഓഫ് ടൈമും ബൈ ടാഗ് നെയിം നോക്കിയാൽ നമ്മൾക്ക് 1 of 1 കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ എലമെന്റ് മാത്രം റിട്ടേൺ ചെയ്യത്തില്ല. ഓക്കെ, ടാഗ് നെയിം വെച്ച് നമ്മളൊരു എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിന് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ പകരം ഒന്നിൽ കൂടുതൽ എലമെന്റുകളെയായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ലിസ്റ്റ് ഓഫ് എലമെന്റ്സിനെ ആയിരിക്കും പലപ്പോഴും ബൈ ടാഗ് നെയിം പോലെയുള്ള ലൊക്കേറ്റേഴ്സ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. അതായത് ലൊക്കേറ്റർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു എലമെന്റിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും എലമെന്റിനെ ലൊക്കേറ്റ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നു. അത് ഒറ്റ തവണ നമ്മൾക്ക് എന്താ പറയാ 1 of 1 കിട്ടുന്നത് പോലെ ആവാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാവും 1 of 4 1 of 5, അതായത് 5 ഇൻസ്റ്റൻസസ് ഉണ്ട്, അതിൽ ടോട്ടലി നമുക്ക് അങ്ങനെ 5 ഇൻസ്റ്റൻസസ് ഉണ്ട് എന്നുള്ള രീതിക്കും നമുക്ക് പറയാം. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഫൈൻഡ് ബൈ ടാഗ് നെയിമിന്റെ കാര്യം പറയുന്നത് ക്ലിയർ ആണോ? എന്താടാ? ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യൂ. റിപ്പീറ്റ് ചെയ്യാം. ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് എങ്ങനെയാണ്? 1 of 1 എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ? നമ്മൾ എക്സ്പാത്ത് ഒക്കെ എഴുതുമ്പോൾ സൈഡിൽ 1 of 1 എന്ന് കണ്ടിട്ടില്ലേ? സോ ഇനി ലെറ്റ്സ് സേ ബൈ ഡോട്ട് ടാഗ് നെയിം അല്ലെങ്കിൽ ബൈ ഡോട്ട് വേറെ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട്, ഇപ്പോൾ ബൈ ഡോട്ട് ക്ലാസ് നെയിം, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റൻസ് അല്ല റിട്ടേൺ ചെയ്യുന്നത്, ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസുകളാണ് റിട്ടേൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസുകളാണ് നമുക്ക് ആക്സസ് ആവുന്നത് നോക്കൂ. ഒന്ന് ഇമാജിൻ ചെയ്യല്ല, പോസിബിൾ ആണ് അങ്ങനെ ഒരു സിനാരിയോ.
അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫൈൻഡ് എലമെന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പകരം ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായോ? ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് റിട്ടേൺ ചെയ്യുന്ന സിനാരിയോ ആണ് നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടതെങ്കിൽ ഫൈൻഡ് എലമെന്റിന് പകരം ഫൈൻഡ് എലമെന്റ്സ് ആയിരിക്കും നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോടാ? ഏത് സിനാരിയോ വരുന്നത് എങ്ങനെയാ? നമ്മളിപ്പോ ടാഗ് നെയിം വെച്ച് ഐഡന്റിഫൈ ചെയ്യുന്ന സിനാരിയോ വരികയാണെന്ന് വിചാരിക്കോ? ഞാൻ എക്സാമ്പിൾ പറയാം. ലെറ്റ്സ് സേ എനിക്ക് ഒരു പേജിന്റെ അകത്ത് എത്ര ഇൻപുട്ട് ടാഗ്സ് ഉണ്ടെന്നൊന്ന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എത്ര ഇൻപുട്ട് ടാഗ്സ് ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയണം. എന്നോട് എന്റെ ലീഡ് ഫോർ സം റീസൺ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ലീഡ് എന്നോട് ഫോർ സം റീസൺ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. അപ്പൊ എനിക്ക് അവിടെ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് ഉറപ്പാണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ യൂസ് ചെയ്തിട്ട് ഞാൻ ബൈ ടാഗ് നെയിം ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ ആ പേജിൽ എത്ര ഇൻപുട്ട് ടാഗ്സ് അവൈലബിൾ ആണോ എല്ലാ ടാഗ്സിനെയും റിട്ടേൺ ചെയ്യും. ക്ലിയർ ആണോടാ ഞാനിപ്പോ പറഞ്ഞ പോയിന്റ്? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് പറയാനുള്ളത്. അതായത് ഫ്രെയിംസിലേക്ക് ഒരു ഫോക്കസ് ഡയറക്ട്ലി കൊണ്ടുവരാനായിട്ട് സെലീനിയത്തിന് കപ്പാസിറ്റി ഇല്ല. നമ്മൾ ടാബിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് അതും. അപ്പൊ അവിടെ switch_2 എന്ന് പറഞ്ഞിട്ടുള്ള അതേ ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രെയിംസും ഹാൻഡിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോടാ? നല്ലപോലെ വാ തുറന്ന് കഴിക്ക്. ഇങ്ങോട്ട് വാ. ഞാനിപ്പോ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഫ്രെയിംസിലേക്ക് ബൈ ഇറ്റ്സെൽഫ് കൺട്രോൾ കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി ഡ്രൈവറിനില്ല. അതുകൊണ്ട് പകരം എന്ത് ചെയ്യാം? നമ്മൾ switch_2 എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ടിനെ യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. ക്ലിയർ ആണോടാ? ഈ ഫ്രെയിംസ് എന്ന് ഉദ്ദേശിക്കുന്ന ഈ പോപ്പപ്പ് അല്ല, പോപ്പപ്പ് ഡിഫറെന്റ് ആണ്. ഫ്രെയിംസ് എന്ന് വെച്ചാൽ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഡോക്യുമെന്റിനെ, അല്ലെങ്കിൽ നേരത്തെ കൃഷ്ണകുമാരനോട് ചോദിച്ച പോലത്തെ ലിങ്കുകളില്ലേടാ, ഒരു തേർഡ് പാർട്ടി ലിങ്കിനെ എല്ലാം ഡെവലപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഫ്രെയിംസ് ആയിട്ടായിരിക്കും. ഓക്കെ, ഡെവലപ്പേഴ്സ് അതിനെല്ലാം ഫ്രെയിംസ് ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. മനസ്സിലായടാ?
നമുക്ക് ഇതിന്റെ പ്രോഗ്രാം ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ ചെയ്യാം. ബിക്കോസ് ഇന്ന് തുടങ്ങിയാൽ നമുക്കിത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വരും. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് എടുക്കുന്ന ഈ ഒരു ടോപ്പിക്കും കൂടെ അങ്ങനെയുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയാൽ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് ഇതും കൂടി. സോ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണോ? ഒരു ഡൗട്ടും കൂടെ, ഈ എലമെന്റ്സ് നമ്മളെല്ലാം ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് എന്തുവായാലും അതിൽ ഒരു എലമെന്റ് മാത്രമല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതിനേക്കാൾ എല്ലാ സിനാരിയോയിലും ഒരെണ്ണം തന്നെ ആവണമെന്നില്ല. അങ്ങനെ ഒരു സിനാരിയോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മള് സ്ട്രേറ്റ് ഫോർവേഡ് സിനാരിയോസ് നോക്കുമ്പോൾ 1 of 1 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ? അതെ. സ്ട്രേറ്റ് ഫോർവേഡ് അല്ലാത്ത ചില ട്രിക്കി സിനാരിയോസ് വരാം. അതായത് പ്രത്യേകിച്ച് ഈ ഫ്രെയിം പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ടോട്ടലി എത്ര ഫ്രെയിംസ് വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അതായത് ഇപ്പൊ ഗൂഗിൾ ആഡ്സ് ഒക്കെ ഇനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് വിചാരിക്കൂ. ഓക്കെ, മനസ്സിലായടാ? ഗൂഗിൾ ആഡ്സ് പോലെയുള്ള കാര്യങ്ങൾ ഇനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഗൂഗിൾ ആഡ്സ് പോലത്തെ കാര്യങ്ങൾ ഇനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈൻഡ് എലമെന്റ്സ് ഓഫ് ബൈ ഡോട്ട് ടാഗ് നെയിം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അതിന്റെ സൈസ് എടുത്താൽ മതി. അതൊരു ലിസ്റ്റ് ആയിരിക്കും. ആ ലിസ്റ്റിന്റെ സൈസ് എടുത്താൽ മതി നമുക്ക്. അപ്പൊ ടോട്ടലി എത്ര ഇത് ഓരോ തവണ ഇതിന്റെ നമ്പേഴ്സ് മാറി മാറി വരുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? അവിടെ ഗൂഗിൾ ആഡ്സ് ഉണ്ട്. അതായത് ഗൂഗിൾ ആഡ്സ് ഒരിക്കലും നമുക്ക് ഫിക്സഡ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരെണ്ണായിരിക്കാം, ചിലപ്പോൾ രണ്ടെണ്ണായിരിക്കാം, പല രീതിയിൽ വരാം അല്ലേ? അപ്പൊ നമ്മളോട് പറയുന്നത് see if the Google ads are enabled. ഒരു എക്സാമ്പിൾ പറയുന്നതാണ്. അങ്ങനെ വേണ്ടി വരുമ്പോ ഗൂഗിൾ ഇങ്ങനെയുള്ള സിനാരിയോസിലൊക്കെയാണ് നമ്മൾ ഈ ഫൈൻഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ഇതല്ലാതെയുള്ള വേറെ യൂസ് കേസസ് നിങ്ങൾക്ക് ഞാൻ നാളെ പറഞ്ഞു തരാം കേട്ടോ. ഫൈൻഡ് എലമെന്റ്സിൻ്റെത് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു യൂസ് കേസ് ആണ് ഞാനിപ്പോ പറഞ്ഞത്. ക്ലിയർ ആണോടാ ഞാൻ പറഞ്ഞത്? ആഡിന്റെ കേസ് മനസ്സിലായി. ബട്ട് ആഡ് എവിടെ ലോഡ് ആവും എങ്ങനെ മനസ്സിലാക്കും? ആഡ് ലോഡ് ആവുന്നത് എവിടെയാന്ന് എനിക്ക് അറിയണ്ട. ഓക്കെ, ഗൂഗിൾ ആഡ്സ് ഇനേബിൾഡ് ആണോ എന്ന് മാത്രം എനിക്ക് ചെക്ക് ചെയ്യണം. മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതൊക്കെ സ്ട്രേറ്റ് ഫോർവേഡ് സിനാരിയോ അല്ല, ഇങ്ങനത്തെ സിനാരിയോസും വരാം. മനസ്സിലായോടാ? ഒരു ഫൈറ്റിൽ തന്നെ ഒരു പേജിൽ പല കണ്ടന്റ്സ് വരുന്ന പോലെ. അതെ അതെ അതെ. ക്ലിയർ ആണോ ഞാനിപ്പോ പറഞ്ഞത്? ഞാൻ എന്നാ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യട്ടെടാ. നാളെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇതുവരെ പറഞ്ഞ പോർഷൻസിൽ ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? ഇല്ല. ഓക്കേടാ, ശരി എന്നാ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണേ.